നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. സയൻറ്റിഫിക് ഫാക്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 2024 ജൂലൈ 30 വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ്. വയനാട് ജില്ലയിലെ പർവ്വതങ്ങൾ സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമാണ്. സഹ്യപർവ്വതം ഭൗമശാസ്ത്രപരമായി സുസ്ഥിര പ്രദേശം എന്നറിയപ്പെടുന്നു. എന്നാൽ ഇവിടുത്തെ കാടിൻ്റെയും താഴ്വരകളുടെയും അനിയന്ത്രിതമായ നശീകരണം ഈ പ്രദേശത്തെ മണ്ണിടിച്ചിലിന് ഇരയാക്കുന്നു. ഹിമാലയം കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിടിച്ചിലുണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ടാമത്തെ പ്രദേശമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ചെങ്കുത്തായ ചെരിവുകൾ. പശ്ചിമഘട്ടത്തിൽ ചെങ്കുത്തായ ധാരാളം ചെരിവുകളുണ്ട്. ഇത് ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തേതാണ് വെതറിങ്. പശ്ചിമഘട്ടത്തിൽ ഉയർന്ന മഴയും ഉയർന്ന ഹ്യൂമിഡിറ്റിയും അനുഭവപ്പെടുന്നു. ഇത് വെതറിങ്ങിൻ്റെ റേറ്റ് കൂട്ടുന്നു. സസ്യങ്ങൾ, ലവണങ്ങൾ, വെള്ളം, മൃഗങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം മൂലം പാറകൾ പൊടിഞ്ഞു മണ്ണാകുന്ന പ്രക്രിയയാണ് വെതറിങ്. വെതറിങ് മൂലം പാറകളുടെ ശക്തി ക്ഷയിക്കുകയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേതാണ് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ. പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയമായ കാർഷിക സമ്പ്രദായങ്ങളും വനനശീകരണവും അനിയന്ത്രിതമായ നഗരവൽക്കരണവും ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. നാലാമത്തേതാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പശ്ചിമഘട്ടത്തിലെ റോഡുകൾ, ഡാമുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അശാസ്ത്രീയമായ വികസനവും നഗരവൽക്കരണവും ഈ പ്രദേശത്തെ ചെരിവുകളെ അസ്ഥിരപ്പെടുത്തുകയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴയാണ് ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പ്രധാന കാരണം. 2001 തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെയും 2018 കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെയും 2019 മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെയും പ്രധാന കാരണം കനത്ത മഴയായിരുന്നു. ഈ പ്രദേശത്തെ പർവ്വതങ്ങളെല്ലാം തന്നെ സഹ്യപർവ്വതത്തിൻ്റെ ഭാഗവുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.